നമസ്കാരം, KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ നേതൃത്വത്തിൽ ചൊവ്വാഴ്ച ഹോട്ടലുകൾ അടച്ച് പ്രതിഷേധിച്ചു. പ്രതിഷേധത്തിന്റെ ഭാഗമായി കളക്ടറേറ്റിലേക്ക് മാർച്ചും ധർണയും നടത്തി. വരവിൽ കവിഞ്ഞ് സ്വത്ത് സമ്പാദിച്ചെന്ന പരാതിയിൽ യുവ നേതാവിനെതിരെ CPMന്റെ അന്വേഷണ കമ്മീഷൻ. കാസർഗോഡ് ഉദുമ ഏരിയ കമ്മിറ്റിയാണ് 3-അംഗ അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചത്. ചന്ദ്രഗിരി പാലം വഴി പോകുന്ന യാത്രക്കാർക്ക് ഏറെ പ്രതിസന്ധി സൃഷ്ടിക്കുകയാണ് റോഡിലെ കുഴികൾ. സംസ്ഥാന പാതയിലെ പാതാളക്കുഴി നികത്താനുള്ള ഫണ്ടില്ലെന്നാണ് അധികൃതരുടെ വാദം. മൊഗ്രാൽ ദേശീയവേദി പ്രവർത്തകൻ MS മുഹമ്മദ് കുഞ്ഞിയുടെ സൗജന്യ നീന്തൽ പരിശീലനത്തിന് 32 വയസ്സ്. ഇതുവരെ MS മുഹമ്മദ് കുഞ്ഞിയുടെ നീന്തൽ പരിശീലനം നേടിയത് 3000-ലേറെ കുട്ടികൾ. കനത്ത മഴയിൽ പയ്യന്നൂർ നഗരസഭയിലെ വെള്ളൂരിൽ വീടിന്റെ മേൽക്കൂര തകർന്നു വീണു. വെള്ളൂരിലെ കിഴക്കേ വീട്ടിൽ നാരായണന്റെ ഓടുമേഞ്ഞ വീടിന്റെ മേൽക്കൂരയാണ് പൂർണ്ണമായും തകർന്നത്. മഴക്കാലം തുടങ്ങിയിട്ടും വൈദ്യുത ലൈനുകളിലും ട്രാൻസ്ഫോമറിലും കയറിയ കാടും പടലും നീക്കാതെ KSEB അധികൃതർ. തൃക്കരിപ്പൂർ ടൗണിലാണ് ഈ ദുരവസ്ഥ. വാർത്തകൾ വിശദമായി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ നേതൃത്വത്തിൽ ചൊവ്വാഴ്ച ഹോട്ടലുകൾ അടച്ച് പ്രതിഷേധിച്ചു. പ്രതിഷേധത്തിന്റെ ഭാഗമായി കളക്ടറേറ്റിലേക്ക് മാർച്ചും ധർണയും നടത്തി. KHRA സംസ്ഥാന ട്രഷറർ മുഹമ്മദ് ഷെരീഫ് ഉദ്ഘാടനം ചെയ്തു. അവശ്യ സാധനങ്ങളുടെ വില വർധനവിലും സമാന്തര തട്ടുകടകൾ വർദ്ധിക്കുന്നതിലും പ്രതിഷേധിച്ച് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. KHRA സംസ്ഥാന ട്രഷറർ മുഹമ്മദ് ഷെരീഫ് ഉദ്ഘാടനം ചെയ്തു. ഒരു നേരത്തെ അസ്ഥിക്ക് വേണ്ടിയാണ് ഈ സമരം. അല്ലാണ്ട് ആരും ഇവിടെ വലിയ മണിമാളികകൾ കെട്ടിപ്പൊക്കുവാനോ അല്ലെങ്കിൽ വലിയ വാഹനങ്ങൾ വാങ്ങുവാനോ വേണ്ടിയല്ല. സ്വന്തം ജീവിതം രണ്ടറ്റവും എത്തിക്കുവാൻ വേണ്ടി പെടാപ്പാടുപെടുന്ന ഒരു സമൂഹമായി ഹോട്ടൽ മേഖല ഇന്ന് മാറിയിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമുക്ക് വിൽക്കുന്ന സാധനത്തിന് വില വാങ്ങാൻ പറ്റില്ല. മാത്രവുമല്ല, ഇന്ന് കഴിഞ്ഞ കാലങ്ങളിൽ നല്ല രീതിയിൽ കച്ചവടം ചെയ്ത് ലാഭം ഇല്ല എന്ന് ഞങ്ങൾ പറയുന്നില്ല. നല്ല ലാഭത്തോടുകൂടി പോയ വ്യവസായങ്ങൾ ഇന്ന് പൊട്ടി പാളീസായി ഒരു കാരണവശാലും മുന്നോട്ട് പോകുവാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് ഇന്ന് കാര്യങ്ങളുടെ പോക്ക്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഹമ്മദ് ഷെരീഫ് മുഖ്യാതിഥിയായിരുന്നു. KHRA ജില്ലാ പ്രസിഡന്റ് നാരായൺ പൂജാരി അധ്യക്ഷത വഹിച്ചു. KHRA സംസ്ഥാന വൈസ് പ്രസിഡന്റ് സുഗുണൻ മുഖ്യപ്രഭാഷണം നടത്തി. മുഹമ്മദ് ഖസാലി, പ്രകാശൻ പരിപ്പുവട, അബ്ദുള്ള താജ് എന്നിവർ സംസാരിച്ചു. KHRA ജില്ലാ സെക്രട്ടറി ബിജു ചുള്ളിക്കര സ്വാഗതവും രഘുവീർ പൈ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. വരവിൽ കവിഞ്ഞ് സ്വത്ത് സമ്പാദിച്ചെന്ന പരാതിയിൽ യുവ നേതാവിനെതിരെ CPMന്റെ അന്വേഷണ കമ്മീഷൻ. കാസർഗോഡ് ഉദുമ ഏരിയ കമ്മിറ്റിയാണ് 3-അംഗ അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചത്. ഇയാളുടെ വരുമാനവും ചെലവും തമ്മിൽ വലിയ അന്തരമുണ്ടെന്നാണ് പ്രാഥമിക കണ്ടെത്തൽ. CPM ഉദുമ ഏരിയ കമ്മിറ്റി അംഗമായ യുവ നേതാവിനെതിരെയാണ് പരാതി. ഇരുനില വീട് വെച്ചു, ജോലി നേടാൻ 50 ലക്ഷം രൂപ നൽകി, 22 ലക്ഷം രൂപയുടെ കാർ വാങ്ങി തുടങ്ങിയവയാണ് പ്രധാന ആരോപണങ്ങൾ. പരാതിയുടെ അടിസ്ഥാനത്തിൽ ഉദുമ ഏരിയ കമ്മിറ്റിയാണ് 3-അംഗ അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചത്. ബാങ്കിൽ നിന്ന് വായ്പയെടുത്തിരുന്നുവെന്ന നേതാവിന്റെ മറുപടി തൃപ്തികരമല്ലെന്ന് പാർട്ടി ഏരിയ കമ്മിറ്റി യോഗം വിലയിരുത്തി. പരാതിയിലെ ചില പരാമർശങ്ങൾ 2 വർഷം നടന്ന ബേക്കൽ ബീച്ച് ഫെസ്റ്റിലേക്കു നീളുന്നു. വാഹന പാർക്കിങ്ങിന് പണം പിരിച്ചതടക്കം പാർട്ടി നിയോഗിച്ച കമ്മീഷൻ അന്വേഷിക്കുന്നുണ്ടെന്നാണ് വിവരം. ശനിയാഴ്ച നടന്ന ഉദുമ ഏരിയ കമ്മിറ്റി യോഗത്തിൽ സംസ്ഥാന കമ്മിറ്റി അംഗം KP സതീഷ് ചന്ദ്രൻ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KV കുഞ്ഞിരാമൻ, ജില്ലാ കമ്മിറ്റി അംഗം K കുഞ്ഞിരാമൻ എന്നിവർ സംബന്ധിച്ചിരുന്നു. പാർട്ടി ഏരിയ കമ്മിറ്റി അംഗങ്ങളായ KV ഭാസ്കരൻ, P നാരായണൻ, NP രാജേന്ദ്രൻ എന്നിവർക്കാണ് അന്വേഷണ ചുമതല. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ചന്ദ്രഗിരി പാലം വഴി പോകുന്ന യാത്രക്കാർക്ക് ഏറെ പ്രതിസന്ധി സൃഷ്ടിക്കുകയാണ് റോഡിലെ കുഴികൾ. സംസ്ഥാന പാതയിലെ പാതാളക്കുഴി നികത്താനുള്ള ഫണ്ടില്ലെന്നാണ് അധികൃതരുടെ വാദം. നിലവിൽ വൻ കുഴിയുള്ള സ്ഥലത്ത് മുന്നറിയിപ്പ് ബോർഡും താൽക്കാലിക സുരക്ഷാ സംവിധാനവും ഒരുക്കിയിരിക്കുകയാണ് മരാമത്ത് റോഡ് വിഭാഗം അധികൃതർ. പൊട്ടിപ്പൊളിഞ്ഞിരിക്കുന്ന റോഡിൽ അപകടകരമായ നിരവധി കുഴികളുണ്ട്. ജില്ലയിലെ തിരക്കേറിയ കാസർഗോഡ് കാഞ്ഞങ്ങാട് സംസ്ഥാന പാതയിലെ ചന്ദ്രഗിരി പാലത്തിനടുത്തെ വൻ കുഴികൾ നന്നാക്കാൻ പണമില്ലെന്നാണ് അധികൃതരുടെ വാദം. കാസർഗോഡ് മുതൽ ഉദുമ വരെയുള്ള റോഡിന്റെ അറ്റകുറ്റപ്പണികൾക്കായി 2 കോടിയോളം രൂപയുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി സംസ്ഥാന മരാമത്ത് വകുപ്പ് അധികൃതർക്ക് സമർപ്പിച്ചിട്ടുണ്ടെങ്കിലും ഇതുവരെ അനുമതിയായില്ല.
ഇത്തവണ മഴ തുടങ്ങിയതിനു ശേഷം ഒന്നിലേറെ തവണ ചന്ദ്രഗിരി പാലത്തിനടുത്തെ കുഴികൾ നികത്തിയിരുന്നു. എന്നാൽ മഴ ശക്തമാകുന്നതോടെ ഉറവയിലൂടെ റോഡിലെ കുഴിയും ആഴവും കൂടുകയാണ്. ആദ്യഘട്ടത്തിൽ ചെറിയ പാലത്തിനടുത്ത് ഇന്റർലോക്ക് ചെയ്തിരിക്കുന്നതിന്റെ സമീപത്താണ് കുഴികൾ ഏറെയുണ്ടായിരുന്നത്. ഇരുചക്രവാഹന യാത്രക്കാരാണ് കുഴിയിൽ വീഴുന്നതിൽ അധികവും. ചന്ദ്രഗിരി ജംഗ്ഷൻ മുതൽ പാലം വരെയുള്ള വിവിധയിടങ്ങളിലായി 250 മീറ്റർ നീളത്തിൽ ഇന്റർലോക്കും ബാക്കിയിടങ്ങളിൽ BMBC ചെയ്യുന്നതിനുള്ള എസ്റ്റിമേറ്റാണ് തയ്യാറാക്കി നൽകിയിട്ടുള്ളത്. ചന്ദ്രഗിരി ജംഗ്ഷൻ മുതൽ മേൽപ്പറമ്പ് വരെയും മേൽപ്പറമ്പിൽ നിന്ന് ഉദുമ നമ്പ്യാർക്കീച്ചൽ വരെയും 2 റീച്ചുകളിലുള്ള നിർമ്മാണ പ്രവൃത്തിക്കായി 2 കോടിയോളം രൂപയുടെ പദ്ധതിയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തീകരിച്ച റോഡുകളിൽ ചിലയിടങ്ങളിൽ നിശ്ചിത കാലാവധിക്കുള്ളിൽ തന്നെ തകരുന്ന സാഹചര്യം പഠിക്കാനായി ഡൽഹിയിൽ നിന്നുള്ള സംഘം കാസർഗോഡും എത്തിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മൊഗ്രാൽ ദേശീയവേദി പ്രവർത്തകൻ MS മുഹമ്മദ് കുഞ്ഞിയുടെ സൗജന്യ നീന്തൽ പരിശീലനത്തിന് വയസ്സ് 32. സംസ്ഥാനത്ത് മുങ്ങിമരണങ്ങൾ ആവർത്തിക്കുമ്പോഴും MS മുഹമ്മദ് കുഞ്ഞിയുടെ നീന്തൽ പരിശീലനം നേടിയത് 3000-ലേറെ കുട്ടികൾ. കോവിഡ് മഹാമാരിക്ക് ശേഷം മൊഗ്രാൽ കണ്ടത്തിൽ പള്ളിക്കുളത്തിൽ കഴിഞ്ഞ വർഷം പുനരാരംഭിച്ച മൊഗ്രാൽ ദേശീയവേദി പ്രവർത്തകൻ MS മുഹമ്മദ് കുഞ്ഞിയുടെ സൗജന്യ നീന്തൽ പരിശീലനത്തിന് വയസ്സ് 32. കഴിഞ്ഞ വർഷം മാത്രമായി 200ഓളം കുട്ടികളാണ് നീന്തൽ പരിശീലനം നേടിയത്. ഈ വർഷവും അത്രത്തോളം കുട്ടികളെ തന്നെ മുഹമ്മദ് കുഞ്ഞി പ്രതീക്ഷിക്കുന്നു. ഈ വർഷത്തെ പരിശീലനം ഇതിനകം ആരംഭിച്ചു കഴിഞ്ഞു. മികച്ച കലാകാരൻ കൂടിയായ MS മുഹമ്മദ് കുഞ്ഞിയുടെ നീന്തൽ പരിശീലനം 3 പതിറ്റാണ്ട് പിന്നിടുമ്പോൾ 3500ഓളം കുട്ടികൾ പരിശീലനം നേടിയതായി MS മുഹമ്മദ് കുഞ്ഞി പറയുന്നു. ഈ കണ്ടത്തിൽ പള്ളിക്കുളത്തിൽ 32 വർഷം നീന്തൽ പരിശീലിപ്പിച്ചു. ആൺകുട്ടികളും പെൺകുട്ടികളുമൊത്ത് 3500-ൽ പരം കുട്ടികൾക്ക് പഠിപ്പിച്ചു കഴിഞ്ഞു. ഈ വർഷവും 200 കുട്ടികളെ പ്രതീക്ഷിക്കുന്നു. വ്യായാമം, കായിക മികവ് എന്നതിനു പുറമെ നീന്തൽ ജീവൻ രക്ഷാമാർഗം കൂടിയാണെന്ന് MS മുഹമ്മദ് കുഞ്ഞി കൂട്ടിച്ചേർത്തു. സംസ്ഥാനത്ത് മുങ്ങിമരണങ്ങൾ ദിവസേന റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ മുഹമ്മദ് കുഞ്ഞിയുടെ സൽപ്രവൃത്തിയുടെ പ്രാധാന്യം ചെറുതല്ല. സൗജന്യ നീന്തൽ പരിശീലനത്തെപ്പറ്റി ചോദിച്ചാൽ ഈ ശിഷ്യഗണങ്ങളാണ് തന്റെ ഏറ്റവും വലിയ സമ്പാദ്യമെന്ന് മുഹമ്മദ് കുഞ്ഞി പറയും. അതുകൊണ്ട് തന്നെ മുഹമ്മദ് കുഞ്ഞിക്ക് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നിരവധി ആദരവും അനുമോദനങ്ങളും ലഭിച്ചിട്ടുണ്ട്. ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലെ സ്കൂളുകളിൽ നിന്ന് പോലും കുട്ടികളെയും കൊണ്ട് നീന്തൽ പരിശീലനം നേടാൻ അധ്യാപകരും രക്ഷിതാക്കളും മുഹമ്മദ് കുഞ്ഞിയെ സമീപിക്കുന്നുണ്ട്. ആരെയും നിരാശപ്പെടുത്താതെ വരുന്നവരെയൊക്കെ നീന്തൽ പരിശീലനം നൽകാൻ മുഹമ്മദ് കുഞ്ഞി ശ്രമിക്കുന്നുമുണ്ട്. പരിശീലനം നേടുന്ന കുട്ടികൾക്ക് കുമ്പള ഗ്രാമപഞ്ചായത്തിന്റെയും ജനമൈത്രി പോലീസിന്റെയും സഹകരണത്തോടെ സർട്ടിഫിക്കറ്റുകളും നൽകി വരുന്നുണ്ട്. നാട്ടിലെ മുഴുവൻ കുട്ടികളെയും നീന്തൽ പരിശീലിപ്പിക്കുക എന്ന ദൗത്യവുമായാണ് 1991 മുതൽ MS മുഹമ്മദ് കുഞ്ഞി മൊഗ്രാൽ കണ്ടത്തിൽ പള്ളിക്കുളത്തിൽ സൗജന്യ നീന്തൽ പരിശീലനം ആരംഭിച്ചത്. പ്രസ്തുത വർഷം തന്നെയാണ് മൊഗ്രാലിൽ കേരള ദേശീയവേദി പിറവികൊണ്ടതും. അന്നു മുതൽ ഇന്നുവരെ MS മുഹമ്മദ് കുഞ്ഞിക്ക് എല്ലാവിധ സഹായവും പ്രോത്സാഹനവുമായി മൊഗ്രാൽ ദേശീയവേദി ഒപ്പം തന്നെയുണ്ട്. ഈ പ്രാവശ്യം പരിശീലനം നേടാൻ ആഗ്രഹിക്കുന്ന 8-നും 18-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾ രക്ഷിതാക്കൾ മുഖേന ഈ പ്രാവശ്യം പരിശീലനം നേടാൻ ആഗ്രഹിക്കുന്ന 8-നും 18-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾ രക്ഷിതാക്കൾ മുഖേന 9915446887 എന്ന നമ്പറിൽ ബന്ധപ്പെടണമെന്ന് MS മുഹമ്മദ് കുഞ്ഞി അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. വൈദ്യുതി വകുപ്പ് അധികൃതരോട് ഈ കാഴ്ച കാണണമെന്നാണ് നാട്ടുകാർക്ക് പറയാനുള്ളത്. കാട് കയറി അപകടം വരുത്തുന്ന നിലയിലാണ് തൃക്കരിപ്പൂരിലെ പല വൈദ്യുത ലൈനുകളും ട്രാൻസ്ഫോമറുകളും ഉള്ളത്. മഴക്കാലം തുടങ്ങിയിട്ടും വൈദ്യുത ലൈനുകളിലും ട്രാൻസ്ഫോമറിലും കയറിയ കാടും പടലും നീക്കാതെ KSEB അധികൃതർ. തൃക്കരിപ്പൂർ ടൗണിലും കൊയോങ്കര ഗവൺമെന്റ് ആയുർവേദ ആശുപത്രി പരിസരത്തുമാണ് അപകട സാധ്യതയോടെ വള്ളിപ്പടർപ്പുകൾ ട്രാൻസ്ഫോമറിലും വൈദ്യുത തൂണുകളിലും കമ്പികളിലും പടർന്നു കയറിയ നിലയിലുള്ളത്. തൃക്കരിപ്പൂർ ടൗണിലെ ബസ് സ്റ്റാൻഡിനും രജിസ്ട്രാർ ഓഫീസിനുമിടയിലുള്ള ട്രാൻസ്ഫോമറിൽ വള്ളി പടർന്നു കയറിയ വിവരം നാട്ടുകാർ KSEB അധികൃതരെ വിളിച്ചറിയിച്ചിട്ടും കാട് വെട്ടി നീക്കിയില്ലെന്നാണ് വ്യാപാരികൾ പറയുന്നത്. അപകടം വന്ന ശേഷം കാടും പടലും നീക്കാനാണോ ഉദ്ദേശമെന്ന് നാട്ടുകാർ ചോദിക്കുന്നു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കനത്ത മഴയിൽ പയ്യന്നൂർ നഗരസഭയിലെ വെള്ളൂരിൽ വീടിന്റെ മേൽക്കൂര തകർന്നു വീണു. വെള്ളൂരിലെ കിഴക്കേ വീട്ടിൽ നാരായണന്റെ ഓടുമേഞ്ഞ വീടിന്റെ മേൽക്കൂരയാണ് പൂർണ്ണമായും തകർന്നത്. സംഭവ സമയം വീട്ടിൽ ആരുമില്ലാതിരുന്നതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത്. കനത്ത മഴയിലാണ് വെള്ളൂരിലെ കിഴക്കേ വീട്ടിലെ നാരായണന്റെ ഓടുമേഞ്ഞ വീടിന്റെ മേൽക്കൂര പൂർണ്ണമായും നിലംപൊത്തിയത്. പയ്യന്നൂർ നഗരസഭയിലെ അതിദരിദ്ര വിഭാഗത്തിലെ അംഗം കൂടിയാണ് നാരായണൻ. അപകടം നടക്കുമ്പോൾ നാരായണൻ വീടിന്റെ പുറത്തായിരുന്നു എന്നതിനാലാണ് ആളപായം ഒഴിവായത്.
തകർന്ന വീട് നഗരസഭാ അധ്യക്ഷ KV ലളിത, ഉപാധ്യക്ഷൻ VV കുഞ്ഞപ്പൻ, സ്ഥിരം സമിതി അധ്യക്ഷ C ജയ, PP ലീല എന്നിവർ സന്ദർശിച്ചു. നാരായണനെയും കുടുംബത്തെയും മാറ്റി താമസിപ്പിക്കാനുള്ള സൗകര്യം നഗരസഭ ഒരുക്കി. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ ആഭിമുഖ്യത്തിൽ വയോജന സംഗമവും മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജീൻ ലവീന മൊന്തേരോ ഉദ്ഘാടനം ചെയ്തു. മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ ആഭിമുഖ്യത്തിൽ റിലേഷൻഷിപ്പ് കേരളയുടെ ഭാഗമായി വയോജന കുടുംബശ്രീ അംഗങ്ങൾക്കായി വയോജന സംഗമവും മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചു. മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജീൻ ലവീന മൊന്തേരോ ಉದ್ಘಾಟನೆ ചെയ്തു. ಹಿರಿಯ ವ್ಯಕ್ತಿಗಳಿಗೆ ಯಾವಾಗ ನಾವು ಒಳ್ಳೆಯದನ್ನು ಬಯಸಿ ಏನಾದರೂ ಒಂದು ಮುಂದೆ ಕೆಲಸ ಮಾಡಲಿಕ್ಕೆ ಬರೋರೇ ಅಪರೂಪ. ಅದರಲ್ಲೂ ಒಂದು ಸಂಸ್ಥೆ ಮುಂದೆ ಬಂದು ನಿಮಗೆ ಎಂಥ ಅನುಕೂಲಗಳು ಬೇಕು ಅಂತ ಹೇಳುವಂಥದ್ದು ಮಾಡಿಕೊಡ್ತಾ ಇರುವಂಥದ್ದು ನಮಗೊಂದು ಹೆಮ್ಮೆಯ ಸಂಗತಿ. ನಿಮಗೆ ಅದು ಅನುಕೂಲಕ್ಕೆ ಆಗಲಿ ಅಂತ ನಾನು ಹಾರೈಸ್ತೇನೆ. ಹಾಗೆ ನಿಮಗೆ ಆರೋಗ್ಯಕ್ಕೆ ಸಂಬಂಧಪಟ್ಟಂಥ ಯಾವುದೇ ಒಂದು ಸಮಸ್ಯೆ ಇದ್ರೂ ಸಮೇತ ನಮ್ಮ CHC ನಮ್ಮ ಹಾಸ್ಪಿಟಲ್ನ ಅಧಿಕಾರಿಗಳು, ಹಾಸ್ಪಿಟಲ್ನ ಡಾಕ್ಟರ್ನವರು, ನರ್ಸ್ನವರು ಯಾವಾಗಲೂ ತಯಾರಾಗಿರ್ತಾರೆ. ದಯವಿಟ್ಟು ನೀವು ಯಾವುದೇ ಸಮಯಕ್ಕೆ ಬಂದರೂ ಸಮೇತ ಅವರ ಸೇವೆಯನ್ನು ನೀವು ಪಡ್ಕೊಳ್ಬೋದು. ಯಾವುದೇ ಕಾಯಿಲೆಯ ಬಗ್ಗೆ ಸಮೇತ ಅವರು ತುಂಬ ಚೆನ್ನಾಗಿ ಮಾಹಿತಿ ಕೊಟ್ಟಿರ್ತಾರೆ. മെഡിക്കൽ ഓഫീസർ പ്രഭാകർ റായ് മുഖ്യാതിഥിയായിരുന്നു. ജയശ്രീ അധ്യക്ഷത വഹിച്ചു. ഹെൽത്ത് ഇൻസ്പെക്ടർ പ്രവീൺ, സാമൂഹിക പ്രവർത്തകൻ ഫരീദ്, CDS അംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു. അബ്ദുൾ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. ചെറുവത്തൂർ ഫാമേഴ്സ് ബാങ്ക് നേതൃത്വത്തിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ പ്രമുഖ സഹകാരിയും ബാങ്കിന്റെ മുൻ പ്രസിഡന്റുമായ PC രാമൻ എൻഡോമെന്റ് നൽകി അനുമോദിച്ചു. ഫാമേഴ്സ് ബാങ്ക് ഹാളിൽ നടന്ന അനുമോദന ചടങ്ങ് ഹൊസ്തുർഗ് സഹകരണ അസിസ്റ്റന്റ് രജിസ്ട്രാർ K രാജഗോപാലൻ ഉദ്ഘാടനം ചെയ്തു. ഫാമേഴ്സ് ബാങ്കിലെ A ക്ലാസ് അംഗങ്ങളുടെ മക്കളിൽ ഇക്കഴിഞ്ഞ SSLC +2 പരീക്ഷകളിൽ മുഴുവൻ A+ നേടിയ വിദ്യാർത്ഥികൾക്ക് പ്രമുഖ സഹകാരിയും ജില്ലാ സഹകരണ ബാങ്ക് മുൻ പ്രസിഡന്റും ചെറുവത്തൂർ ഫാമേഴ്സ് ബാങ്ക് മുൻ പ്രസിഡന്റുമായ PC രാമന്റെ പേരിലുള്ള എൻഡോമെന്റ് വിതരണം ഹൊസ്തുർഗ് അസിസ്റ്റന്റ് രജിസ്ട്രാർ K രാജഗോപാലൻ ഉദ്ഘാടനം ചെയ്തു. ഒന്നോ രണ്ടോ ഇടങ്ങളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അതിനെയൊക്കെ പ്രബോധീകരിച്ച് സഹകരണ മേഖലയാകെ ഇത്തരത്തിൽ തട്ടിപ്പിന്റെയും കള്ളപ്പണത്തിന്റെയും കൊള്ളയുടെയും ഒക്കെ കേന്ദ്രങ്ങളാണ് എന്നുള്ള രീതിയിലേക്ക് വാർത്തകൾ പ്രചരിക്കുകയും അത് സാധാരണക്കാരുടെ ഇടയിൽ വലിയ രീതിയിലേക്ക് ആശങ്ക പടർത്തിക്കൊണ്ട് അത് പ്രചരിച്ചു വരികയാണ്. ഇതിൻ്റെ ഒക്കെ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ മേഖലയെ കൂടുതൽ കരുത്തോടെ നമുക്ക് മുന്നോട്ട് നയിക്കാൻ സാധിക്കണമെന്നുള്ളതാണ് സൂചിപ്പിക്കാറുള്ളത്. ഫാമേഴ്സ് ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ഫാമേഴ്സ് ബാങ്ക് പ്രസിഡന്റ് V കൃഷ്ണൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. മാനേജിംഗ് ഡയറക്ടർ KP സക്കീർ അലി, വൈസ് പ്രസിഡന്റ് ഡോക്ടർ KV ശശിധരൻ, ഡയറക്ടർമാരായ T അബ്ദുൽ സലാം, P രാജശേഖരൻ, ഹംസൻ പയ്യങ്കി, KP കുമാരൻ, P ഇന്ദിര, AK രജനി, സ്റ്റാഫ് കൗൺസിൽ പ്രസിഡന്റ് V ഷിജിത്ത്, RP റിൻസി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. പടന്നക്കാട് കാർഷിക കോളേജ് രക്ഷാകർതൃ സമിതിയുടെ നേതൃത്വത്തിൽ ഏകദിന ഉപവാസം നടത്തി. അധ്യാപക ക്ഷാമം പരിഹരിക്കണമെന്ന ആവശ്യമുന്നയിച്ചായിരുന്നു സമരം. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ സർക്കാർ വടക്കേ മലബാറിനോട് പുലർത്തുന്ന അവഗണനയുടെ ഭാഗമാണ് പടന്നക്കാട് കാർഷിക കോളേജിൽ മാസങ്ങളായുള്ള അധ്യാപക ക്ഷാമമെന്ന് കോളേജിൽ ഉപവാസത്തിനെത്തിയ രക്ഷിതാക്കൾ ഒന്നടങ്കം അഭിപ്രായപ്പെട്ടു. ഞങ്ങൾ ഹൈക്കോടതിയിൽ പറഞ്ഞിരിക്കുന്നത് പുതിയ നിയമനമല്ല. ഈ യൂണിവേഴ്സിറ്റിയിൽ 579 ഫാക്കൽറ്റിമാർ നിലവിലുണ്ട്. കൃഷിമന്ത്രിയെ ഞാൻ നേരിട്ട് കണ്ടപ്പോൾ പുതിയ ഫാക്കൽറ്റി എടുക്കണ്ടേ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ആവശ്യത്തിലധികം ഫാക്കൽറ്റിമാർ യൂണിവേഴ്സിറ്റിയിലുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞത്. ഞാൻ ചോദിച്ചു, പിന്നെ എന്തുകൊണ്ട് നമുക്ക് പടന്നക്കാടേക്ക് ആളെ കിട്ടുന്നില്ല? യൂണിയന്റെ സമ്മർദ്ദം എനിക്ക് പോലും നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. അവർ ഞങ്ങൾക്ക് മേലെയാണ്. യൂണിയന്റെ സമ്മർദ്ദ ഫലമായി ഒരു പ്രത്യേക യൂണിയന്റെ ആൾക്കാർ, ഞാൻ പ്രത്യേകം പറയുന്നില്ല, നിങ്ങൾക്കറിയാം, സമ്മർദ്ദ ഫലമായി അവരൊക്കെ യൂണിവേഴ്സിറ്റിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ തന്നെ തൃശ്ശൂർ ബേസ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ് യൂണിവേഴ്സിറ്റിയിൽ ജോലി ചെയ്യുന്നത്. കാർഷിക യൂണിവേഴ്സിറ്റിയിലെ തൃശ്ശൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്നുണ്ടോ എന്തോ അറിയില്ല, തൃശ്ശൂർ ബേസ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ് ഈ യൂണിവേഴ്സിറ്റിയിൽ കൂടുതൽ വർക്ക് ചെയ്യുന്നത്. അസോസിയേറ്റ് പ്രൊഫസർമാരുടെ 18 തസ്തികകളിൽ ആരും തന്നെയില്ല. എൻഡോമോളജി, പ്ലാന്റ് പാത്തോളജി, അനിമൽ സയൻസ്, സ്റ്റാറ്റിസ്റ്റിക്സ്, ബയോടെക്നോളജി തുടങ്ങിയ പഠന വിഭാഗങ്ങളിലെല്ലാം അധ്യാപക ഒഴിവുകൾ നിലനിൽക്കുന്നു. അധ്യാപക ക്ഷാമം UG PG പഠനങ്ങളെ സാരമായി ബാധിച്ചു കഴിഞ്ഞു. പടന്നക്കാട് കാർഷിക കോളേജിൽ നിയമിതരാക്കുന്ന അധ്യാപകർ യൂണിയൻ ഇടപെടലുകളുടെ പിൻബലത്തിലൂടെ സ്വകാര്യമായ കാര്യങ്ങളടക്കം ചൂണ്ടിക്കാട്ടി സ്ഥലം മാറിപ്പോകുന്നത് അധ്യാപക പ്രശ്നത്തിന് പ്രധാന കാരണമെന്ന ആക്ഷേപവും ശക്തമാണ്. ഈ കഴിഞ്ഞ ദിവസം 29-ാം തീയതി ഒരു പുതിയ ട്രാൻസ്പോർട്ടർ കൂടി ഇറക്കി. 4 പേരെ ഇവിടുന്ന് വീണ്ടും സ്ഥലം മാറ്റി. ആ 4 പേരിൽ സ്ഥലം മാറ്റിയപ്പോൾ ഇങ്ങോട്ടേക്ക് ഒരാളെ തന്നു. ആ ഒരാൾ സ്ഥലം മാറ്റത്തിന് സ്റ്റേ വാങ്ങി. അപ്പോൾ തത്വത്തിൽ അയാൾ ഇങ്ങോട്ട് വരില്ല.
അങ്ങനെയാണ് ഇപ്പോൾ 27 തസ്തികകളായി ചുരുങ്ങിയത്. UG PG കോഴ്സുകളിലായി 500ഓളം കുട്ടികൾ പഠിക്കുന്ന കോളേജിൽ 34 പോസ്റ്റുകളാണ് ഒഴിഞ്ഞുകിടക്കുന്നത്. അസോസിയേറ്റ് പ്രൊഫസർമാരുടേതടക്കമാണ് ഈ ഒഴിവുകൾ. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാട് അജാനൂർ ഇക്ബാൽ റെയിൽവേ ഗേറ്റ് ഇടയ്ക്കിടെ പണിമുടക്കുന്നത് യാത്രക്കാരെ ദുരിതത്തിലാക്കുന്നു. തകരാറിലായ ഗേറ്റ് അറ്റകുറ്റപ്പണി നടത്തി ഗതാഗതത്തിന് തുറന്നുകൊടുക്കാൻ വൈകുന്നതും യാത്രക്കാരെ ബുദ്ധിമുട്ടിലാക്കുന്നു. ഇതോടെ തീരദേശത്തെ മറ്റു വഴികളിലൂടെയാണ് വാഹനങ്ങൾ നഗരത്തിലെത്തുന്നത്. അജാനൂർ ഇക്ബാൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളടക്കം നിരവധി പേർ സഞ്ചരിക്കുന്ന ഇക്ബാൽ റെയിൽവേ ഗേറ്റ് ഇടയ്ക്കിടെ പണിമുടക്കുന്നത് യാത്രക്കാരെ ദുരിതത്തിലാക്കുകയാണ്. തകരാറിലായ ഗേറ്റ് അറ്റകുറ്റപ്പണി നടത്തി ഗതാഗതത്തിന് തുറന്നുകൊടുക്കാൻ വൈകുന്നതും യാത്രക്കാരെ ബുദ്ധിമുട്ടിലാക്കി. ഇതോടെ തീരദേശത്തെ മറ്റു വഴികളിലൂടെയാണ് വാഹനങ്ങൾ നഗരത്തിലെത്തിയത്. മുന്നറിയിപ്പില്ലാതെ ഇത്തരത്തിൽ ഗേറ്റ് ഏറെ നേരം അടച്ചിടുന്നത് യാത്രക്കാരെ ബുദ്ധിമുട്ടിലാക്കുന്നു. അതായത് ഇതിന്റെ അവസ്ഥ എപ്പോഴും ഇതന്നെയാണ് അവസ്ഥ. ഇവർക്ക് നമ്മളെ കണ്ണിൽ പൊടിയിടുന്നതാണ്. ഇതിലെ കൂടി ആരെങ്കിലും ഒരു ഹാർട്ട് അറ്റാക്ക് രോഗിയോ അല്ലെങ്കിൽ ഒരു ആക്സിഡന്റ് ആയ രോഗിയോ എങ്ങനെ കൊണ്ടുപോകും? സ്കൂള് 2-3 സ്കൂളുകളുണ്ട് ഇവിടെ ഈ ഭാഗത്ത്. ക്രസന്റ് സ്കൂളുണ്ട്, ഇക്ബാൽ സ്കൂളുണ്ട്, വല്ലക്കടപ്പ സ്കൂളുണ്ട്. ഇതിലെ കുട്ടികൾ എങ്ങനെ പോകുന്നു? കുട്ടികളിൽ നിന്ന് കുറേ കുട്ടികൾ പഠിത്തം ഇല്ലാതെ കൊണ്ട് തന്നെ പോയി. അപ്പോൾ ഇങ്ങനെ ആകുന്ന സമയത്ത് ഇത് ഈ പാലക്കാട് ഡിവിഷനോ എടുത്ത് ചെയ്യേണ്ടത് അത് അവർ ശ്രദ്ധിക്കുന്നില്ല. പഴയ കമ്പിയാണ് കൊണ്ടിട്ട് രാത്രി 2 മണി വരെ ഞാനുണ്ടായിരുന്നു ശരിയാക്കാൻ വേണ്ടി. 2 മണി വരെ ഞാനുണ്ടായിരുന്നു. അത് ശരിയാക്കിയ ശേഷത്തിൽ ഞാൻ പോകുന്നു. ഇതിൻ്റെ എന്തിനിവർ ചെയ്യുന്നു? കള്ളപ്പണി ചെയ്യുന്നു. വെറുതെ പോകുന്ന ആൾക്കാർ ടിക്കറ്റ് എടുത്തിട്ടില്ല പോകുന്നത്. അതൊന്നും പൈസ പിന്നെ ഗവൺമെൻറ്റിലേക്കല്ലേ കിട്ടുന്നത്, റെയിൽവേക്കല്ലേ കിട്ടുന്നത്. റെയിൽവേ ഇങ്ങനെ അനാസ്ഥയാക്കിയിട്ട് ഇത് ചെയ്യുന്നു. കണക്കിലെടുക്കുന്നില്ല. കണക്കിലെടുക്കേണ്ട പണി എൻ്റെ അടുത്തുണ്ട്. മണിക്കൂറുകളോളം ഗേറ്റ് അടച്ചിട്ടത് യാത്രക്കാരെ പ്രതിഷേധത്തിലാക്കി. ആശുപത്രികളിലേക്കും സ്കൂളുകളിലേക്കും ജോലിസ്ഥലങ്ങളിലേക്കുമായി പോകേണ്ടിയിരുന്നവർ നേരിട്ടത് വലിയ ബുദ്ധിമുട്ടാണ്. ഇതിനു മുൻപും പലതവണ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നേരിട്ടിരുന്നതായി യാത്രക്കാർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി ഫെഡറേഷൻ ആഭിമുഖ്യത്തിലുള്ള ഞങ്ങളും കൃഷിയിലേക്ക് എന്ന പരിപാടിയുടെ ജില്ലാതല ഉദ്ഘാടനം രാവണേശ്വരത്ത് നടന്നു. 1.5 ഏക്കർ വയലിൽ നെൽകൃഷിയൊരുക്കും. കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി ഫെഡറേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം നടത്തുന്ന ഞങ്ങളും കൃഷിയിലേക്ക് എന്ന പരിപാടിയുടെ ജില്ലാതല ഉദ്ഘാടനം രാവണേശ്വരത്ത് നടന്നു. തരിശായി കിടക്കുന്ന കൃഷിഭൂമികൾ ഏറ്റെടുത്തുകൊണ്ട് ഫെഡറേഷന്റെ നേതൃത്വത്തിൽ നെൽകൃഷി ചെയ്യുന്ന പരിപാടിയാണ് ഞങ്ങളും കൃഷിയിലേക്ക് എന്നത്. ഇത് സംസ്ഥാനത്തുടനീളം പ്രായോഗികമാക്കുവാനാണ് ഫെഡറേഷന്റെ തീരുമാനം. ഇതിന്റെ ഭാഗമായുള്ള സംസ്ഥാനതല ഉദ്ഘാടനം ജൂലൈ 17 ആലപ്പുഴ ജില്ലയിലെ അമ്പലപ്പുഴ പഞ്ചായത്തിൽ BKMU സംസ്ഥാന പ്രസിഡന്റ് ചിറ്റയം ഗോപകുമാർ നിർവഹിക്കും. സംസ്ഥാന സർക്കാരിന്റെ ഞങ്ങളും കൃഷിയിലേക്ക് എന്ന പരിപാടിയുടെ ഭാഗമായി കൂടിയാണ് BKMU ഇത്തരത്തിലൊരു പ്രവർത്തനത്തിലേക്ക് തിരിഞ്ഞത്. രാവണേശ്വരത്ത് നടന്ന ജില്ലാതല ഉദ്ഘാടനം BKMU സംസ്ഥാന ജനറൽ സെക്രട്ടറി ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ നിർവഹിച്ചു. തൃശൂർ ജില്ലയിൽ ഏതാണ്ട് 13ഓളം കേന്ദ്രങ്ങളിൽ ഇതുപോലെ ഇതിനകം തന്നെ കൃഷി ഇറക്കിയിട്ടുണ്ട്. എറണാകുളം, കോഴിക്കോട്, അതുപോലെ തന്നെ കണ്ണൂർ ജില്ലയിൽ 15-ാം തീയതി ജില്ലാതല ഉദ്ഘാടനം വെച്ചിരിക്കുകയാണ്. കേരളത്തിലെ എല്ലാ ജില്ലകളിലും അതത് ജില്ലകളിലെ കാലാവസ്ഥയും അതുപോലെ തന്നെ ആ പ്രദേശത്തെ കൃഷിയുടെ ഇതൊക്കെ നോക്കി കൃഷി ഇറക്കാനാണ് കർഷക തൊഴിലാളി ഫെഡറേഷൻ തീരുമാനിച്ചിട്ടുള്ളത്. നേരത്തെ ഇവിടെ അധ്യക്ഷൻ സാഹു ഗംഗാധരൻ സൂചിപ്പിച്ചതുപോലെ 970 ജന്മിത്വം അവസാനിപ്പിച്ച് ഇവിടെ കൃഷിഭൂമി കൃഷിക്കാരന് നൽകിയ ഒരു കാലഘട്ടത്തിൽ കേരളത്തിൽ ഏതാണ്ട് 9 ലക്ഷത്തിലധികം ഹെക്ടർ ഭൂമി കൃഷിഭൂമിയായി ഉണ്ടായിരുന്നു. ഗംഗാധരൻ പള്ളിക്കാപ്പിൽ അധ്യക്ഷനായി. മുൻ MLA M. കുമാരൻ, KV കൃഷ്ണൻ, T. കൃഷ്ണൻ, കരുണാകരൻ കുന്നത്ത്, N. ബാലകൃഷ്ണൻ, A. തമ്പാൻ, P. മിനി എന്നിവർ സംസാരിച്ചു. M. ബാലൻ സ്വാഗതം പറഞ്ഞു. 1.5 ഏക്കറിലധികം വയലിലാണ് BKMUവിന്റെ നേതൃത്വത്തിൽ നെൽകൃഷി ചെയ്യുന്നത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാട് റോട്ടറി മിഡ് ടൗണിന്റെ 2024-25 വർഷത്തെ ഭാരവാഹികൾ സ്ഥാനമേറ്റു. പ്രസിഡന്റായി അഡ്വക്കേറ്റ് PY അജയകുമാർ, സെക്രട്ടറിയായി എഞ്ചിനീയർ ഖലീഷ് അല്ലാക്കോട്ട് എന്നിവരാണ് സ്ഥാനമേറ്റത്. കാഞ്ഞങ്ങാട് റോട്ടറി മിഡ് ടൗണിന്റെ 2024-25 വർഷത്തെ ഭാരവാഹികൾ സ്ഥാനമേറ്റു. പ്രസിഡന്റായി അഡ്വക്കേറ്റ് PY അജയകുമാർ, സെക്രട്ടറിയായി എഞ്ചിനീയർ ഖലീഷ് അല്ലാക്കോട്ട് എന്നിവർ സ്ഥാനമേറ്റു. ക്ലബ്ബ് പ്രസിഡന്റ് എഞ്ചിനീയർ ഹൈദരലി അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ ജയപ്രകാശ് ഉപാധ്യായ മുഖ്യാതിഥിയായി പങ്കെടുത്തു. Rotaries, we all know friendship, fellowship and service. Yes, we provide service to others, but then നമ്മൾ ഈ സർവീസ് ചെയ്യുമ്പോൾ we also promote integrity. നമ്മളെ integrity ആണത്. The belief in ourselves, the money we accumulate from many sources,
and the way this money is utilized, that is the integrity each one of us have. So if we provide service to others, we also help in advancing world understanding, goodwill and peace. One Rotary International dollar we give, it goes definitely for advancing the world understanding, goodwill and peace, and that is by our fellowship. Now what is that fellowship? The fellowship is being a businessman here, being a professional or a community leader. ശ്രീജിത്ത് കൊട്ടാരത്തിൽ വിശിഷ്ടാതിഥിയായി. സെക്രട്ടറി രമേശൻ കൽപ്പക ക്ലബ്ബ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. സോണൽ കോർഡിനേറ്റർ MK രാധാകൃഷ്ണൻ, AG തമ്പാൻ കോടോത്ത്, വില്യംസ് ജോസഫ്, ഡാവി സ്റ്റീഫൻ, അഡ്വക്കേറ്റ് ജയരാജ്, ജ്യോതി യതീഷ് എന്നിവർ സംസാരിച്ചു. കാഞ്ഞങ്ങാട് 10 അഡ്വാൻസ്ഡ് സ്റ്റഡീസുമായി സഹകരിച്ച് 15 പേർക്ക് പ്ലേസ്മെന്റോട് കൂടിയ സൗജന്യ അക്കൗണ്ടിംഗ് പഠനവും ലൈഫ് ഓഡിയോളജിയുമായി ചേർന്ന് 35 പേർക്ക് ശ്രവണ സഹായം നൽകുന്ന പദ്ധതികളുടെ ഉദ്ഘാടനവും നടത്തി. AV തോമസ് സ്വാഗതവും ഗലേഷ് അലാക്കോട്ട് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ നേതൃത്വത്തിൽ ചൊവ്വാഴ്ച ഹോട്ടലുകൾ അടച്ച് പ്രതിഷേധിച്ചു. പ്രതിഷേധത്തിന്റെ ഭാഗമായി കളക്ടറേറ്റിലേക്ക് മാർച്ചും ധർണയും നടത്തി. വരവിൽ കവിഞ്ഞ് സ്വത്ത് സമ്പാദിച്ചെന്ന പരാതിയിൽ യുവ നേതാവിനെതിരെ CPM-ന്റെ അന്വേഷണ കമ്മീഷൻ. കാസർഗോഡ് ഉദുമ ഏരിയ കമ്മിറ്റിയാണ് 3-അംഗ അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചത്. ചന്ദ്രഗിരി പാലം വഴി പോകുന്ന യാത്രക്കാർക്ക് ഏറെ പ്രതിസന്ധി സൃഷ്ടിക്കുകയാണ് റോഡിലെ കുഴികൾ. സംസ്ഥാന പാതയിലെ പാതാളക്കുഴി നികത്താനുള്ള ഫണ്ടില്ലെന്നാണ് അധികൃതരുടെ വാദം. മൊഗ്രാൽ ദേശീയവേദി പ്രവർത്തകൻ MS മുഹമ്മദ് കുഞ്ഞിയുടെ സൗജന്യ നീന്തൽ പരിശീലനത്തിന് 32 വയസ്സ്. ഇതുവരെ MS മുഹമ്മദ് കുഞ്ഞിയുടെ നീന്തൽ പരിശീലനം നേടിയത് 3000-ലേറെ കുട്ടികൾ. കനത്ത മഴയിൽ പയ്യന്നൂർ നഗരസഭയിലെ വെള്ളൂരിൽ വീടിന്റെ മേൽക്കൂര തകർന്നു വീണു. വെള്ളൂരിലെ കിഴക്കേ വീട്ടിൽ നാരായണന്റെ ഓടുമേഞ്ഞ വീടിന്റെ മേൽക്കൂരയാണ് പൂർണ്ണമായും തകർന്നത്. മഴക്കാലം തുടങ്ങിയിട്ടും വൈദ്യുത ലൈനുകളിലും ട്രാൻസ്ഫോമറിലും കയറിയ കാടും പടലും നീക്കാതെ KSEB അധികൃതർ. തൃക്കരിപ്പൂർ ടൗണിലാണ് ഈ ദുരവസ്ഥ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.